നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതല്ലല്ലോ ഞാൻ കേട്ടത്. അല്ലേ, എങ്കിൽ നീ എന്തോ തെറ്റി കേട്ടതാ. അതോ എന്റെ നാവിലേതെങ്കിലും ഗുളികം വന്ന് കേറിയോ? ഈയിടെയായിട്ട് ഈ നാവില് ചില ഗുളികന്മാരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുള്ളുന്നുണ്ട്. ഒരു ഉച്ചാടന കർമ്മം നടത്തി ചേരേണ്ടി വരും അല്ലേ അച്ഛാ? ഓ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ട്. ഈ സമയം ഇവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? ഹരി, ഞാൻ വന്നത് അറിയാം. അച്ഛമ്മ എന്തൊക്കെ പറഞ്ഞ് പിരിയേറ്റ വന്നാവും. ഞാനില്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ ഈ വരവും ഇവരെയൊക്കെ ഉപദേശിക്കലും പതിവാണെന്നറിയാം. ഇനി എന്താ ഞങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാൻ? ചേട്ടാ, ചെറിയച്ഛൻ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ ഈ പാവം ചെറിയമ്മയുടെ തലയിൽ കെട്ടിവെക്കുന്ന എന്തിനാ? അത് തന്നെ ഹരി, ഈ പാവം എന്ത് പഴിച്ചു? ആ രാജപ്രതാപന്റെ ചെവിയില് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓതി കൊടുക്കാനാ ഈ സ്ത്രീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. അത് നിങ്ങൾക്കറിയോ? അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഞാൻ എങ്ങനെ പറയണമെന്ന് ചിന്തിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. അതിന് നിന്റെ ഉപദേശം വേണ്ട. നിനക്ക് ഇവരോടൊക്കെ അത്രയ്ക്ക് ഇഷ്ടവും ബഹുമാനാണെങ്കിലേ നീ അവിടെ പോയി താമസിക്കടാ. ചെല്ലടാ. പോയാലെന്താ? ചേട്ടന്റെ കൂടെ നിൽക്കുന്നതിന് സമാധാനം ചിലപ്പോ അവിടെ പോയാൽ കിട്ടും. എന്നാ പിന്നെ ഇറങ്ങി. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ. നിങ്ങളാരാ അത് പറയാൻ? ഇത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള കാര്യമാണ്. ഞാൻ ആരാണെന്ന് മോന് അറിയില്ലല്ലേ? അറിയാവുന്ന ഒരാള് എല്ലാം കേട്ടോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. മോനെ, നിന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ. നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാ, എന്റെ സുമിത്രേച്ചിയുടെ മക്കളാ. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. ഞാൻ പൊയ്ക്കോളാം. സന്തോഷമായല്ലോ ചേട്ടന് അല്ലേ? എല്ലാ കാര്യത്തിലും നിന്റെ തലയിടൽ നന്നല്ല. സൂക്ഷിച്ചോ. എന്ത് സൂക്ഷിക്കാൻ? ആദ്യം നീ പൊട്ടിച്ചിട്ട് TV ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടാ. എന്നിട്ട് മതി നിന്റെ വാചകടി. ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുവന്ന് തരുമെന്നാണല്ലോ വീമ്പിളക്കിയത്. എന്നിട്ട് എവിടെ? ഒരു കൂട്ടുകാരനോട് കുറച്ച് പണം ചോദിച്ചിട്ടുണ്ട്, ഉടനെ കിട്ടും. TV കൊണ്ടുവന്ന് വെച്ചോളാം, വൈകില്ല. ഓർമ്മയില്ലഞ്ഞിട്ടൊന്നും അല്ല. ഹരി, ആ ടിവിയുടെ പേരിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപമാനിക്കുന്നത് കഷ്ടമാണ്. അവനത് വാചകടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ വന്ന സങ്കടം അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ശോഭയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. അതിനുവേണ്ടി അവൾ ഇങ്ങോട്ട് വന്നത്. നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കണ്ട ഒരാള് മുമ്പ് ഒരു നല്ല കാര്യത്തിന് അവരൊക്കെ കൂടെ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ചേനെ ശരിക്കും അനുഭവിച്ചില്ലേ? ഇനിയൊക്കെ നശിപ്പിച്ച് കാണരുതെന്നുണ്ടെങ്കിൽ അവരോട് കമാന്നൊരു അക്ഷരം പറയരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ ഇനിയൊരു പ്രാവശ്യം കൂടി ഉണ്ടായ ആ വീട്ടിലുള്ളവരെല്ലാം വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോകും. ടീച്ചറാ, ഞാൻ എന്തൊക്കെയാ കാണേണ്ടത്? എന്തിനാ കാണണോന്ന് പറഞ്ഞേ? ഒരു കാര്യം വിശദീകരിക്കാനാ പ്രിയ. ഫോണിൽ പറഞ്ഞാ ശരിയാവില്ല. അതിന് 1000 വട്ടം സോറി പറഞ്ഞല്ലോ നീ. അതെ, പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം പറഞ്ഞില്ലല്ലോ. കാരണം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. എന്നാലും നിന്നോടത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്ന എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ശരി, പറ. നാട്ടിലുള്ള ലാൻഡ് അമ്മയുടെ പേരിൽ മാറ്റിക്കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ബാങ്കിൽ ഈട് വെക്കാന്നും ഒപ്പിട്ട് തന്നോളാന്നും അമ്മ പറഞ്ഞതുമായിരുന്നു. അമ്മയും കൊണ്ട് ബാങ്കിൽ വരാൻ നിന്നപ്പോഴാ അമ്മ വാക്കു മാറ്റിക്കളഞ്ഞത്. ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ശരിക്കും എന്താ ഉണ്ടായത്?
എന്റെ സ്ഥലം, എന്റെ സ്വന്തം ഭൂമി എവിടെയും കൊണ്ടുപോയി ഈട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേറെ ആളെ നോക്ക്. ഇതാണ് കാര്യം പ്രിയ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു നോക്കി. അമ്മ എന്നെ ചവിട്ടി തള്ളിക്കളഞ്ഞു. ഇതൊക്കെ രാത്രി നേരത്ത് നിന്നോട് ഫോണിൽ പറയാൻ കഴിഞ്ഞില്ല. അമ്മയോ മറ്റോ കേട്ടോണ്ട് വന്ന പിന്നെ അത് മതി. പ്രിയ, നീ നിന്റെ അച്ഛനോട് പറയണം. അങ്കിളിനെ തെറ്റിദ്ധരിക്കില്ലെന്ന് അറിയാം. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ആതിരെ. ഇന്നലെ ഫോണിൽ പറഞ്ഞതുപോലെ അച്ഛനെല്ലാം മനസ്സിലാവുന്നേ. ഡോണ്ട് വറി. താങ്ക്സ് പ്രിയ. ഇനിയിപ്പോ അങ്കിളിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം എന്താവും? 1-2 ഐഡിയാസ് മനസ്സിലുണ്ട്. ഒന്ന്, ഒരു ജോലി നേടുക എന്നതാ. അപ്പൊ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ കിട്ടുമെന്ന് നോക്കാലോ. നീ ജോലിക്ക് ശ്രമിക്കാൻ പോവാണോ? അതൊരു വഴി. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഉണ്ടായി. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛനെ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് വേണം കല്യാണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അച്ഛന്റെ നിശ്ചയം തന്നെ ആവുമല്ലോ നിന്റെ നിശ്ചയം. ആവും. അതെപ്പോഴും അങ്ങനെ തന്നെ ആവും. എന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും അച്ഛൻ എടുത്തത് തന്നെയാ. നിന്റെ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തും ആതിരെ. എനിക്ക് ശരിക്കും അസൂയ തോന്നുന്നു. ഈ കാര്യത്തിൽ ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ എന്നോട് അസൂയ തോന്നട്ടെ എന്നാ എന്റെ മോഹം. എന്താച്ചാ? നമ്മുടെ വാട്ടർ ക്യാൻ ലോഡ് ആ ചന്ദ്രൻ തടഞ്ഞു വെച്ചിരിക്കുന്നു മോളെ. കണ്ണമര സ്കൂളിന്റെ അപ്പുറത്ത്. മുന്നോട്ട് വിടില്ലെന്നാ പറയുന്നത്. ഞാൻ പോയി നോക്കാച്ചാ. അവരെ ഉപദേശിച്ചിട്ടും തല്ലിയിട്ടൊന്നും കാര്യമില്ലാതായി അല്ലേ? വലിയ കഷ്ടം. പലരും വെള്ളത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനും വരാച്ചാ. വേണ്ട മോളെ, ഞാനൊന്ന് സമാധാനമായി പറഞ്ഞു നോക്കാം. ഇത്തരക്കാരോട് എന്ത് സമാധാനം? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാച്ചാ. ഒരുത്തൻ വാട്ടർ ക്യാനിലോട് പിടിച്ചു വെച്ചിരിക്കുന്നു പ്രിയ. അച്ഛനങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ ഫോണിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ശ്രദ്ധിക്കണോ ആതിര? ഗുണ്ടകള് നാട് വാഴുന്ന കാലോ. അക്കാര്യം ഞാൻ അച്ഛനോട് പറയുന്ന നീ കേട്ടല്ലോ. ഒരു തവണ ഏറ്റുമുട്ടിയതാ ഞാൻ. എന്നിട്ടും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ശ്രദ്ധിക്കണം ശിവേട്ട. ചന്ദ്രൻ മഹാ തെമ്മാടിയാ. പോലീസിനെ പോലും വെല്ലുവിളിച്ചു കിടക്കുന്ന തെമ്മാടി. മുകളിൽ എവിടെയൊക്കെയോ പിടിയുണ്ടെന്ന് വെച്ചിട്ടുള്ള കളികളാ.